സംബന്ധിച്ച് ഹൈക്കോടതി മാർഗനിർദ്ദേശം. തൃശൂർ പൂരം നടത്താനാവില്ലെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പൂരം നടത്തിപ്പിനുള്ള നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തെക്കേ ഗോപുരനടയിൽ ഇന്ന് പ്രതീകാത്മക പൂരം സംഘടിപ്പിക്കും. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് ആധുനിക രീതിയിൽ കോൺക്രീറ്റിംഗ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തുടക്കമായി. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റാൻഡിലെത്തുന്ന ബസ്സുകൾക്ക് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ആമ്പല്ലൂർ സിഗ്നലിന് സമീപം ബസ്സിനടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികനായ മധ്യവയസ്കന് പരിക്കേറ്റു. പാർലിക്കാട് ബൈപ്പാസിൽ ടൂറിസ്റ്റ് ബസ് ഇടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. പുറനാട്ടുകരയിൽ ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. അടാട്ട് ഉടലക്കാവ് സ്വദേശി ശ്രീഹരിയാണ് മരിച്ചത്. ശരണം വിളികളുടെ മണ്ഡലകാലത്തിന് നാളെ തുടക്കമാകും. തീർത്ഥാടകർക്കായി ഇടത്താവളങ്ങൾ ഒരുക്കി. ഗുരുവായൂരിൽ വൻ ഭക്തജനത്തിരക്ക്. വാർത്തകൾ വിശദമായി. ആനകളെ എഴുന്നള്ളിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തൃശൂർ പൂരം നടത്താനാവില്ലെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരത്തിൽ ഒരു വിഭാഗത്തിന് തന്നെ 150 ആനകൾ വേണ്ടിവരും. ഉത്സവങ്ങളെ ഇല്ലാതാക്കാനിറങ്ങിയ NGOകളെ മാത്രം കേട്ട് തീരുമാനമെടുക്കരുതെന്നും കേസിൽ തിരുവമ്പാടി കക്ഷി ചേരുമെന്നും ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞു. പൂരം നടത്താതിരിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ പാലിച്ചാൽ മഠത്തിൽ വരവും തെക്കോട്ടിറക്കവും നടത്താൻ കഴിയില്ലെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട മാർഗരേഖ മറികടക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു. ആനയും തീവെട്ടിയും തമ്മിൽ 5 മീറ്ററും ജനങ്ങളും ആനയും തമ്മിൽ 8 മീറ്ററും അകലം വേണമെന്നും ആനകൾ നിൽക്കുന്ന സ്ഥലത്ത് ബാരിക്കേഡ് സംവിധാനം ഉണ്ടാകണമെന്നുമാണ് ഹൈക്കോടതിയുടെ പ്രധാന നിർദ്ദേശങ്ങൾ. കേരള ഹൈക്കോടതി നാട്ടാനകളെ സംരക്ഷിക്കുവാനും ഉത്സവ ആഘോഷങ്ങളിലെ ആന എഴുന്നള്ളിപ്പ് സുരക്ഷിതമാക്കുവാനും പുറപ്പെടുവിച്ചിട്ടുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ പലതും അപ്രായോഗികവും ആന എഴുന്നള്ളിപ്പുകളുടെ അന്തകവിത്തുമായി ഉടനെ മാറുമെന്ന് എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ KP മനോജ് കുമാർ പറഞ്ഞു. ആനകളുടെ സംരക്ഷണവും സുരക്ഷയും പറഞ്ഞ് അപ്രായോഗിക നിർദ്ദേശങ്ങൾ വെച്ച് കേരളത്തിൽ നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ലോകപ്രസിദ്ധമായ തൃശൂർ പൂരം അടക്കം ചെറുതും വലുതുമായ 10,000-കണക്കിന് ആഘോഷങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. രാത്രി 10 മണി മുതൽ 4 മണി വരെ ആനകളുടെ യാത്ര പാടില്ല എന്ന് പറഞ്ഞാൽ 1435-ലേറെ വർഷം പഴക്കമുള്ള പെരുവനം ആറാട്ടുപുഴ പൂരമടക്കമുള്ള എല്ലാ രാത്രി പൂരങ്ങളും അവസാനിക്കും. കാലത്ത് 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പൊതുവഴിയിൽ ആന എഴുന്നള്ളിപ്പ് പാടില്ലെന്ന് നിർദ്ദേശിച്ചാൽ തൃശൂർ പൂരമടക്കം എല്ലാ പൂരങ്ങളും നേർച്ചകളും പെരുന്നാളുകളും എന്നേക്കുമായി അവസാനിക്കുമെന്നും എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി 2ാം ഘട്ട അന്വേഷണ സംഘം തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയുമായും ജോയിന്റ് സെക്രട്ടറിയുമായും മൊഴിയെടുത്തു. മലപ്പുറം ASP ഫിറോസിന്റെ നേതൃത്വത്തിലാണ് തൃശൂർ പോലീസ് ക്ലബ്ബിൽ വെച്ച് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാറിന്റെയും ജോയിന്റ് സെക്രട്ടറി P ശശിയുടെയും മൊഴിയെടുത്തത്. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടായോ എന്ന വിവരമാണ് ചോദിച്ചതെന്ന് ഇരുവരും പറഞ്ഞു. നടന്ന കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് മുന്നിൽ വിശദമായി തന്നെ പറഞ്ഞു. സംഭവമുണ്ടായപ്പോൾ കളക്ടറെയും കമ്മീഷണറെയും ഫോണിൽ വിളിച്ചെങ്കിലും കമ്മീഷണർ ഫോൺ എടുത്തില്ല. കളക്ടർ വരാമെന്ന് പറഞ്ഞെങ്കിലും അപ്പോൾ വന്നില്ലെന്നും വന്നിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നുവെന്നും ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാറും ജോയിന്റ് സെക്രട്ടറി P ശശിയും പറഞ്ഞു. കളക്ടറെയും SPനും വിളിച്ചു പറഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റാണ് വിളിച്ചത്. പലവട്ടം SPനെ വിളിച്ചു പറഞ്ഞപ്പോൾ അങ്ങൊരു ഫോൺ എടുത്തില്ല. കളക്ടർ ഫോൺ എടുത്ത് പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ വരാം, നിങ്ങൾ നടുവിലാലിൽ തന്നെ നിൽക്കുമോ എന്ന് പറഞ്ഞു. ഞങ്ങൾ 1.5-2 മണിക്കൂറോളം നടുവിലാലിൽ പന്തലിൻ്റെ അവിടെ നിന്നു. ഈ കളക്ടർ എത്തിയില്ല. അതിനുശേഷമാണ് ഞങ്ങൾ കടുത്ത നടപടികളിലേക്ക് നമ്മൾ പോയത്. ഈ പൂരം നിർത്തിവെക്കുമ്പോൾ കളക്ടർ ഞങ്ങൾ ഫോൺ ചെയ്തിട്ടും ഇത്ര സമയമെടുത്തിട്ടും അദ്ദേഹം വന്നില്ല. പിന്നീട് ഞങ്ങളെ ശ്രീമൂലസ്ഥാനത്തുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലിരുന്ന് ഒരു 2 മണിയോട് കൂടിയിട്ട് അദ്ദേഹം അവിടെ എത്തുകയും അവിടേക്ക് ഞങ്ങളെ വരാൻ വിളിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പൂരപ്രേമികളും ആഘോഷ കമ്മിറ്റിവരും അതെല്ലാം ഏറ്റെടുത്ത് ഈ പ്രശ്നം വളരെ രൂക്ഷമായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ 2 വീഴ്ചകളാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉണ്ടായത് എന്ന് നമ്മൾ വ്യക്തമായി മൊഴി നൽകിയിട്ടുണ്ട്. മന്ത്രിയെയും വിളിച്ചിരുന്നു. 2023 തീരുമാനത്തിന് ഘടകവിരുദ്ധമായിട്ടായിരുന്നു നിശ്ചയിച്ച സമയത്തിന് മുന്നേ പൂരപ്പറമ്പിലെ വഴികളെല്ലാം അടച്ചുകെട്ടിയത്. കളക്ടർ വരാനുള്ള 2 മണിക്കൂർ വൈകിയതാണ് പ്രശ്നത്തിന് കാരണമായതെന്നാണ് ഇരുവരും മൊഴി നൽകിയത്. TCV
തൃശൂർ. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിന്റെ തെക്ക് ഭാഗം ആധുനിക രീതിയിലുള്ള കോൺക്രീറ്റിംഗ് ചെയ്യുന്നതിന് തുടക്കമായി. കോൺക്രീറ്റിംഗിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കല്ലിടലും നിർമ്മാണ ഉദ്ഘാടനവും പി ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരോളിൻ ജെറീഷ്, ഡിവിഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MS പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 2 കോടി രൂപ ചെലവഴിച്ച് ബസ് സ്റ്റാൻഡിന്റെ തെക്കുഭാഗം കോൺക്രീറ്റിംഗും സ്റ്റാൻഡിന്റെ ഉൾഭാഗത്തെ അറ്റകുറ്റപ്പണികളും 3 മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതുവരെ ശക്തൻ ബസ് സ്റ്റാൻഡിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് താൽക്കാലിക ബസ് സ്റ്റാൻഡ് സജ്ജമാക്കിയിട്ടുണ്ട്. ശക്തൻ നഗറിന്റെ സമഗ്ര മാറ്റത്തിനായുള്ള ശക്തൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാകുന്നതോടെ PPP മോഡൽ, CSR ഫണ്ട്, ഓൺ ഫണ്ട് തുടങ്ങിയവ പ്രയോജനപ്പെടുത്തി ബസ് സ്റ്റാൻഡ് ആധുനികവൽക്കരിക്കാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. നിലവിൽ ശക്തൻ ബസ് സ്റ്റാൻഡിൽ വടക്കുഭാഗത്തു നിന്ന് സർവീസ് നടത്തുന്ന ബസ്സുകൾ വടക്കുഭാഗത്തുള്ള റോഡിലേക്ക് പ്രവേശിച്ച് മാതൃഭൂമി ജംഗ്ഷൻ വഴിയാണ് സർവീസ് നടത്തുക. TCV ന്യൂസ്, തൃശൂർ. പാർലിക്കാട് ബൈപ്പാസിൽ ഓട്ടോറിക്ഷയും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ചേലക്കര സ്വദേശി ഹനീഫയ്ക്കാണ് പരിക്കേറ്റത്. ഹനീഫയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയായിരുന്നു അപകടം. ചേലക്കരയിലേക്ക് പല വ്യഞ്ജനങ്ങളുമായി പോയിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ദേശീയപാത തിരുവത്രയിൽ പുതിയറവയിൽ നിയന്ത്രണം വിട്ട് ചരക്ക് ലോറി ഡിവൈഡറിലിടിച്ചു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. കോഴിക്കോട് നിന്ന് ലോഡുമായി എറണാകുളത്തേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡിവൈഡറിന് സമീപം അപകട സൂചനകൾ ഉണ്ടായിരുന്നില്ലെന്നും ഇതാണ് അപകടത്തിന് കാരണമായതെന്നും ഡ്രൈവർ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻഭാഗം തകർന്നു. അപകടത്തിൽപ്പെട്ട ലോറി സ്ഥലത്തു നിന്നും മാറ്റി. ദേശീയപാത ആമ്പല്ലൂരിൽ സിഗ്നൽ ജംഗ്ഷന് സമീപം ബസ്സിനടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികനായ മധ്യവയസ്കന് പരിക്കേറ്റു. കൊടകര സ്വദേശി വീരംപുള്ളി വീട്ടിൽ ജോർജിനാണ് പരിക്കേറ്റത്. സിഗ്നലിൽ നിന്നും മുന്നോട്ടെടുത്ത ബസ്സിനടിയിൽ ജോർജ് അകപ്പെടുകയായിരുന്നു. ബസ്സിനടിയിൽപ്പെട്ട് ജോർജിനെയും സ്കൂട്ടറിനെയും മീറ്ററുകളോളം തള്ളി നീക്കിയാണ് ബസ് നിന്നത്. ബസിന്റെ മുൻചക്രം കയറാതെ തലനാരിഴയ്ക്കാണ് ജോർജ് രക്ഷപ്പെട്ടത്. കാലിന് ഗുരുതര പരിക്കേറ്റ ജോർജിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുറനാട്ടുകരയിൽ ക്ഷേത്രകുളത്തിൽ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. അടാട്ട് ഉടലക്കാവ് സ്വദേശി അമ്പാടി വീട്ടിൽ ശ്രീഹരിയാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. തിരുവല്ലയിലെ എഞ്ചിനീയറിംഗ് കോളേജ് BTech വിദ്യാർത്ഥിയാണ്. ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് ശ്രീഹരി ഇന്ന് രാവിലെ ക്ഷേത്രകുളത്തിൽ അച്ഛനൊപ്പം കുളിക്കാൻ പോയതായിരുന്നു. അച്ഛനും കുളക്കടവിലുണ്ടായിരുന്നവരും രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തൃശൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് ശ്രീഹരിയെ പുറത്തെടുത്തത്. പേരാമംഗലം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ശരണം വിളികളോടെ മണ്ഡലകാലത്തിന് നാളെ തുടക്കമാകും. ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. ശബരിമലയിൽ ഇന്ന് വൈകിട്ട് നട തുറക്കും. ശബരിമല ദർശനത്തിനുള്ള തീർത്ഥാടനത്തിനും ഇതോടെ തുടക്കമായി. ജില്ലയിലും തീർത്ഥാടകർക്കായി നിരവധി ഇടത്താവളങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂരിൽ പുലർച്ചെ മുതൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. തീർത്ഥാടകരെ വരവേൽക്കാൻ ഗുരുഭവനപുരി ഒരുങ്ങി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്നത് മണ്ഡലകാലത്താണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കം ആയിരങ്ങളാണ് ദിനംപ്രതി ഗുരുവായൂരിലെത്തുക. തീർത്ഥാടകർക്ക് വിരിവെക്കാനും കെട്ടുനിറയ്ക്കാനും ക്ഷേത്രത്തിൽ സൗകര്യങ്ങളുണ്ട്. ക്ഷേത്രത്തിൽ മണ്ഡലകാല പൂജകൾക്ക് വൃശ്ചിക പിറവി ദിനമായ നാളെ തുടക്കമാകും. മണ്ഡലകാലത്ത് ആദ്യ 30 ദിവസം ക്ഷേത്രത്തിൽ രാവിലെ കാഴ്ചശീവേലിക്ക് 5 പ്രദക്ഷിണമുണ്ടാകും. ഇടുതുടി, വീരാണം എന്നീ വിശേഷ വാദ്യങ്ങൾ ശീവേലിക്ക് അകമ്പടിയാകും. നാളെ മുതൽ 40 ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപ് ഗുരുവായൂരപ്പന് പഞ്ചഗവ്യം അഭിഷേകം ചെയ്യും. പ്രത്യേകമായി തയ്യാറാക്കുന്ന പഞ്ചഗവ്യം പ്രത്യേക പൂജകൾ നടത്തി ചൈതന്യപൂരിതമാക്കിയാണ് ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്യുക. മണ്ഡലം 41 ദിവസം കളഭാട്ടമാണ്. ഗുരുവായൂരപ്പന് ദിവസവും കളഭം ചാർത്തുണ്ടെങ്കിലും അഭിഷേകം നടത്തുന്നത് വർഷത്തിൽ മണ്ഡല സമാപന ദിവസം മാത്രമാണ്. കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ വക വഴിപാടായാണ് കളഭാഭിഷേകം നടത്തുന്നത്. ശരണം വിളികൾ ഉയരുന്ന പുണ്യകാലത്തെ വരവേൽക്കാൻ ആറാട്ടുപുഴ ഒരുങ്ങി. വർഷം തോറും നടത്തിവരുന്ന ആറാട്ടുപുഴ ദേശവിളക്ക് വൈവിധ്യമാർന്ന പരിപാടികളോടെ നാളെ ആഘോഷിക്കും. രാവിലെ ശാസ്താവിന് 108 കരിക്കഭിഷേകം നടത്തും. തുടർന്ന് ചുറ്റുവിളക്ക് സമർപ്പണം, 5 അമ്പല നിർമ്മാണത്തിനുള്ള കാൽനാട്ടുകൾ കർമ്മം, വൈകിട്ട് ചുറ്റുവിളക്ക്, മുളങ്ങുന്നത്തുകാവ് രഞ്ജിത്ത് നമ്പ്യാരും കോതൂർ വിഷ്ണു ആര്യരും നയിക്കുന്ന തായമ്പക അവതരണം എന്നിവ നടക്കും.
ജയിൽ ജീവനക്കാരുടെ മധ്യമേഖലാ പ്രിസൺ മീറ്റിന് തൃശൂരിൽ തുടക്കമായി. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന മീറ്റ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞില ഉദ്ഘാടനം ചെയ്തു. മധ്യമേഖല ജയിൽ ഡിഐജി പി അജയകുമാർ അധ്യക്ഷത വഹിച്ചു. റീജിയണൽ വെൽഫെയർ ഓഫീസർ TG സന്തോഷ്, വിയൂർ അതീവ സുരക്ഷാ ജയിൽ സൂപ്രണ്ട് TR രാജീവ്, വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് K അനിൽകുമാർ, ആലുവ ജയിൽ സൂപ്രണ്ട് അനീഷ് കുമാർ, ജയിൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PV ജോഷി, തൃശൂർ മേഖലാ സെക്രട്ടറി അഭിരാജ് മദനൻ, കൺവീനർ TK സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. അത്ലറ്റിക്സ്, വോളിബോൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ മത്സരങ്ങൾ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലും, ഷട്ടിൽ, ബാഡ്മിന്റൺ രാമവർമ്മപുരം പോലീസ് അക്കാദമി ഇൻഡോർ സ്റ്റേഡിയത്തിലും, ചെസ്, കാരംസ്, രചനാ മത്സരങ്ങൾ സിക്ക ഹാളിലുമാണ് നടക്കുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന കായികമേള ഞായറാഴ്ച സമാപിക്കും. Double 7 386. പുത്തൻപീടികയിൽ സൂപ്പർ മാർക്കറ്റ് ഉടമയുടെ വീട് കയറി ആക്രമണം. പുത്തൻപീടിക പള്ളിക്ക് സമീപം കിഴക്കേ അങ്ങാടി താണിക്കൽ തോമസിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. തോമസിനെയും മകളെയും ആക്രമിച്ചതായി അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. സൈക്കിളും വീടിന്റെ മതിലിലെ ലൈറ്റുകളും അക്രമികൾ നശിപ്പിച്ചിട്ടുണ്ട്. പുത്തൻപീടിക സെന്ററിൽ സൂപ്പർമാർക്കറ്റ് നടത്തുന്ന തോമസ് കടയിലേക്ക് പോകുവാൻ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോഴായിരുന്നു ആക്രമണമുണ്ടായത്. തലയ്ക്ക് പരിക്കേറ്റ തോമസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും കൈപ്പറമ്പ് പഞ്ചായത്തിലെ 7-ാം വാർഡിൽ മരച്ചില്ല ഒടിഞ്ഞു വീണ് വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞു വീണു. സൽസബീൽ സ്കൂൾ റോഡിലെ 4 വൈദ്യുതി പോസ്റ്റുകളാണ് മറിഞ്ഞു വീണത്. ഇതേ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു. ജലജീവൻ മിഷനു വേണ്ടി വൈദ്യുതി പോസ്റ്റുകൾക്ക് സമീപത്തുകൂടി കുഴിയെടുത്തതാണ് പോസ്റ്റുകൾ മറിഞ്ഞു വീഴാൻ ഇടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ 12 ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച മിനാരി സ്മാർട്ട് അംഗനവാടിയുടെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, അമ്പനോളി പള്ളി മുൻ വികാരി ഫാദർ ഫ്രാങ്കോ പറപ്പുള്ളി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VS നിജിൽ, ഷൈബി സജി തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരുത്തി പഞ്ചായത്തിൽ രാമൻകുളം കുടിവെള്ള പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. 5000 ലിറ്റർ വീതം സംഭരണശേഷിയുള്ള 2 ടാങ്കുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നേരത്തെയുള്ള പൈപ്പ് ലൈനുകൾക്ക് പുറമെ 1/2 കിലോമീറ്റർ ദൂരത്തിൽ പുതിയ പൈപ്പ് ലൈനുകളും ഉടൻ സ്ഥാപിക്കും. E.T. ടൈസൺ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 72 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഇതിൽ ബാക്കി വന്ന തുകയാണ് 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന എടത്തിരുത്തി പഞ്ചായത്തിലെ 5-6 വാർഡുകളിലേക്ക് വേണ്ടിയാണ് പദ്ധതി. വിവിധ പ്രദേശങ്ങളിൽ പൊതുടാപ്പുകൾ സ്ഥാപിച്ച് കുടിവെള്ളം വിതരണം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. 20,000 ലിറ്റർ വെള്ളം മണിക്കൂറിൽ പമ്പ് ചെയ്യാൻ സാധിക്കുമെന്നായിരുന്നു പ്രാഥമിക വിലയിരുത്തൽ. വാട്ടർ അതോറിറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല. എന്നാൽ പമ്പിംഗ് സമയത്ത് മുഴുവൻ ടാപ്പുകളും തുറക്കാതെ വരുമ്പോൾ മർദ്ദം താങ്ങാനാവാതെ പൈപ്പുകൾ പൊട്ടുന്നതും മറ്റും പദ്ധതിക്ക് പ്രതിസന്ധിയായി. ഇതോടെ കുടിവെള്ളം പലയിടങ്ങളിലും ലഭിക്കാതെയുമായി. പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി. ഇതോടെയാണ് സാങ്കേതിക തകരാറുകൾ നീക്കി സുഗമമായ ജലവിതരണം ലക്ഷ്യമാക്കി 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. അടുത്ത ദിവസം തന്നെ പമ്പിംഗ് ആരംഭിക്കുമെന്ന് E.T. ടൈസൺ MLA പറഞ്ഞു. പ്രാദേശികമായിട്ടുള്ള കുടിവെള്ള പദ്ധതി പ്രോത്സാഹിപ്പിച്ചാൽ തന്നെ നമ്മൾ ഒട്ടും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധിക്കാതെ നിൽക്കുന്ന പരമ്പരാഗതങ്ങളായിട്ടുള്ള കുളങ്ങളെ, ജലസ്രോതസ്സുകളെ ഒക്കെ സംരക്ഷിച്ച് നമുക്ക് പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയും. അതിൻ്റെ ഒരു പരീക്ഷണം എന്നുള്ള അർത്ഥത്തിലാണ് ഞങ്ങൾ രാമൻകുളം കുടിവെള്ള പദ്ധതി നമ്മുടെ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ ആവിഷ്കരിച്ചത്. അതിൻ്റെ 1ാം ഘട്ടം ഞങ്ങൾ പൂർത്തീകരിച്ചു. അതിൻ്റെ പമ്പിംഗ് ആരംഭിച്ചു. മറ്റു കാര്യങ്ങളെല്ലാം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ അതിൽ ചെറിയ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, സാങ്കേതികമായ ചില തകരാറുകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വീണ്ടും ഞങ്ങൾ ആ പദ്ധതിയിൽ ചില രൂപമാറ്റങ്ങൾ വരുത്തി കൂടുതൽ പ്രയോജനകരമായ രീതിയിൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. TCV ന്യൂസ്, കയ്പമംഗലം. വടക്കാഞ്ചേരിയിൽ അടച്ചിട്ട വീട്ടിൽ കവർച്ച നടന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്.
വാഴാനി റോഡിൽ കളത്തിപ്പറമ്പിൽ കുഞ്ഞിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം കവർച്ച നടന്നത്. 15 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. വീട്ടുടമ കുഞ്ഞൻ മലപ്പുറത്താണ് താമസിച്ചിരുന്നത്. വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ കോൺവെന്റ് ഹൈസ്കൂളിൽ കുട്ടികളുടെ ആശയവിനിമയത്തിന് സഹായിക്കുന്ന റോബോട്ട് സ്ഥാപിച്ചു. അലക്സ എന്ന് വിളിപ്പേരുള്ള റോബോട്ടിന്റെ ഉദ്ഘാടനം റിച്ചാർഡ് സ്റ്റാൻലി നിർവഹിച്ചു. PTA പ്രസിഡന്റ് VG സത്യൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലിസ്മിൻ, ജസ്റ്റിൻ തോമസ്, KB ബ്രിജി എന്നിവർ സംസാരിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ സുഗന്ധവ്യഞ്ജന വിളകളുടെ കൃഷി വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായി മികച്ച ഇനം കരയാമ്പൂ തൈകൾ വിതരണം ചെയ്തു. കൃഷിഭവന്റെ സുഗന്ധവ്യഞ്ജന വിള വികസന പദ്ധതി പ്രകാരം തെരഞ്ഞെടുത്ത കർഷകർക്കാണ് കരയാമ്പൂ തൈകൾ നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ കരയാമ്പൂ തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ ജേക്കബ് ഷേമോൻ അധ്യക്ഷനായിരുന്നു. സണ്ണി വടക്കൻ, KS മിനി, NK വിജയ, CM വൈഷ്ണവി തുടങ്ങിയവർ സംസാരിച്ചു. ഉണക്കിയെടുത്തിട്ടാണ് നമ്മൾ മസാലകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് വിശ്വബ്രാഹ്മണ ആചാര്യ സംഗമ മഹായജ്ഞത്തിന്റെ ഭാഗമായുള്ള ജില്ലയിലെ ആചാര്യ സംഗമം ഞായറാഴ്ച തൃശൂരിൽ നടക്കും. അയ്യന്തോൾ കോസ്ഫുഡ് ഹാളിൽ നടക്കുന്ന സംഗമത്തിൽ കേരള വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തും. വിശ്വബ്രാഹ്മണ ആചാര്യ സമിതി സംസ്ഥാന അധ്യക്ഷൻ KB സുരേഷ്, കോർഡിനേറ്റർ രാജു വാദ്യാർ, എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജ്യോതികുമാർ, ജില്ലാ സ്വാഗത സംഘം പ്രസിഡന്റ് KK ബാലൻ, ജില്ലാ അംഗം സത്യൻ പടിഞ്ഞാറൂട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CPM കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 17-ന് കനൌലി കനാലിന്റെ പടിഞ്ഞാറൻ തീരത്തും കരയിലും അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്റെ ഭാഗമായി സന്ദേശ പ്രചരണ പ്രഭാത സവാരി നടത്തി. കോട്ടപ്പുറം കോട്ട കപ്പേള പരിസരത്ത് നിന്നും ആരംഭിച്ച മോർണിംഗ് വാക്ക് CPM ഏരിയ സെക്രട്ടറി KR ജൈത്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം ഷീല രാജ്കമൽ അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി TP പ്രഭേഷ്, നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, കൌൺസിലർ CS സുവിന്ദ്, TK മധു തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി, അതായത് നവകേരളം പദ്ധതിയുടെ ഭാഗമായി മുഴുവൻ ജനങ്ങളും പങ്കാളികളായിക്കൊണ്ടുള്ള ഒരു പദ്ധതി എന്ന നിലയ്ക്കാണ് ശുചിത്വ കേരളം പദ്ധതി നടപ്പാക്കുന്നത്. നമ്മുടെ നാട്ടിലെ പുഴകളൊക്കെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടം സാംസ്കാരിക വേദി നാളെ വൈകിട്ട് പന്നിത്തടത്ത് നടത്തുന്ന സെമിനാറിന്റെ ഭാഗമായി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വെള്ളറക്കാട് സെന്ററിൽ നിന്നും ആരംഭിച്ച ജാഥ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ഇടം എക്സിക്യൂട്ടീവ് അംഗം EK മിനി അധ്യക്ഷയായി. വെള്ളറക്കാട്, മനപ്പടി, എരുമപ്പെട്ടി, നെല്ലുവായ്, കടങ്ങോട് പ്രദേശങ്ങളിൽ നടന്ന പൊതുയോഗങ്ങളിൽ NS സത്യൻ, അക്ബർ അലി, സുധീഷ് പറമ്പിൽ, KR രാധിക, റഷീദ് എരുമപ്പെട്ടി, KP ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പന്നിത്തടം സിംല ഗ്രൗണ്ടിൽ നടക്കുന്ന സെമിനാർ MPK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഇരുചക്ര വാഹന റാലിയാണ്. ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി ഈ വഴിക്കാനെ തള്ളിമാറ്റിക്കൊണ്ട് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ ആശീർവദിക്കുക. കൊടകര പഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന കൃഷി പാഠശാല പദ്ധതിയുടെ 2ാം ഘട്ടം ആരംഭിച്ചു. കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ മരത്തമ്പള്ളി പാടശേഖരത്തിൽ ഞാറുനടിയിൽ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ J നയൻതാര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, വാർഡ് അംഗം TV പ്രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ നിറമാല ആഘോഷത്തിന് തുടക്കമായി. ക്ഷേത്രവും പരിസരവും പുഷ്പാലങ്കൃതമായിരുന്നു. ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ പ്രമാണത്തിൽ മേളത്തോടെ ശീവേലി, തുടർന്ന് പ്രസാദഊട്ട്, ഓട്ടൻതുള്ളൽ എന്നിവ നടന്നു. ചോറ്റാനിക്കര നന്ദപ്പൻ മാരാരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യത്തോടെ കാഴ്ചശീവേലി നടന്നു. 5 ആനകൾ പങ്കെടുക്കുന്ന കാഴ്ചശീവേലിക്ക് കൊമ്പൻ പഴയന്നൂർ ശ്രീരാമൻ തിടമ്പേറ്റി. വൈകിട്ട് നാഗസ്വരം, ചാക്യാർകൂത്ത്, നൃത്തപരിപാടി എന്നിവ സംഘടിപ്പിക്കും.
ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള 157ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ക്യാമ്പ്. വാർത്താസമ്മേളനത്തിൽ പി. രാധാകൃഷ്ണൻ, അനിൽ വടക്കേടത്ത് എന്നിവർ പങ്കെടുത്തു. ഓൾ ഇന്ത്യ ഫെഡറേഷൻ അംഗനവാടി വർക്കേഴ്സ് ഹെൽപ്പേഴ്സ് മുല്ലശ്ശേരി പ്രോജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. അംഗനവാടി ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, മിനിമം വേതനവും പെൻഷനവും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ സെക്രട്ടറി KP ശ്രീജ ഉദ്ഘാടനം ചെയ്തു. KR ഗീത, PA മാലതി, സുധ അർജുൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവറട്ടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ CM വർഗീസിനെ ആദരിച്ചു. നവതിയോടനുബന്ധിച്ച് നടന്ന ആദരണം DCC സെക്രട്ടറി V. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആൻഡോ ലിജോ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ വിമല സേതുമാധവൻ, ജോയ് ആന്റണി, ബർട്ടിൻ ചെറുവത്തൂർ, AK ജോയ്, രാമചന്ദ്രൻ P. ഷമീം അറക്കൽ, VV ആൻഡോ, രാജു പാവറട്ടി, ആൻഡോ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങ് ALPS തൊയക്കാവ് വെസ്റ്റ് സ്കൂളിൽ നാടൻ വിഭവങ്ങളുടെ പോഷകമേള നടന്നു. പഞ്ചായത്ത് മെമ്പർ ജെസി റാഫേൽ പോഷകമേള ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപക ചുമതല വഹിക്കുന്ന റാഫി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് അജീഷ് തൊയക്കാവ്, K. നളിനി, NI ജിജി, ലിജി ലൂയിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള പെയിന്റ് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഞായറാഴ്ച തൃശൂരിൽ നടക്കും. ജില്ലാ വ്യാപാര ഭവൻ ഹാളിൽ നടക്കുന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സോണി മാത്യു ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സോണി തോമസ്, ജനറൽ സെക്രട്ടറി ദേവസി കൊക്കൻ, ട്രഷറർ രാജു ജോർജ്, സംസ്ഥാന കോർഡിനേറ്റർ നജാഹ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PP അബ്ദുൽ സലാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വനചാരുത നേരിൽ കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ 12ാം വാർഡിലുള്ള മുതിർന്ന പൌരന്മാർ. കടമ്പോട് വാർഡിലെ തണൽ വയോജന ക്ലബ്ബും ആനന്ദ കലാസമിതി വായനശാലയ്ക്ക് കീഴിലെ വയോജന വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച ഉല്ലാസയാത്രയാണ് മുതിർന്ന പൗരന്മാർക്ക് കാടിന്റെ പച്ചപ്പ് ദൃശ്യാനുഭവങ്ങൾ സമ്മാനിച്ചത്. ഇടുക്കിയുടെ പച്ചപ്പ് നിറഞ്ഞ മലമടക്കുകളിലേക്കാണ് വയോജന ക്ലബ്ബ് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത്. ശാരീരിക അവശതകളെ അവഗണിച്ച് മുതിർന്ന പൗരന്മാരായ 50ഓളം പേർ യാത്രയിൽ പങ്കാളികളായി. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ, കാൽവരി മൗണ്ട് എന്നിവിടങ്ങളിലേക്കായിരുന്നു യാത്ര. വയോജനങ്ങളെ ഇടുക്കി ഡാമും അതുപോലെ തന്നെ കല്ലാർകുട്ടി ഡാം, ചെറുതോണി ഡാം, പിന്നെ കാൽവരി മൗണ്ട് എന്നീ പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഒരു ടൂർ പ്രോഗ്രാം സംഘടിപ്പിക്കുകയും അതിൻ്റെ നല്ല രീതിയിൽ തന്നെ ആ ടൂർ പ്രോഗ്രാം നല്ല രീതിയിൽ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. 85-കാരിയായ മേരി പൗലോസ് ആയിരുന്നു യാത്രാ സംഘത്തിലെ മുതിർന്ന അംഗം. 17 മണിക്കൂർ നീണ്ട ഉല്ലാസയാത്രയിൽ പ്രായം മറന്ന മുതിർന്ന പൗരന്മാർ ആവേശപൂർവ്വം പങ്കെടുത്തു. വിനോദത്തിനപ്പുറം വിജ്ഞാനം കൂടി പകരുന്നതായി യാത്രയെന്ന് വയോജന ക്ലബ് അംഗങ്ങൾ പറഞ്ഞു. വരും വർഷങ്ങളിൽ മറ്റൊരു സ്ഥലത്തെ കാഴ്ചകൾ തേടി യാത്ര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികളും അറിയിച്ചു. ഇത് 6ാമത്തെ ടൂറാണ്. ഇത് തുടർന്നും എല്ലാ വർഷവും ഇത് മുടങ്ങാതെ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കടമ്പോട് വയോജന ക്ലബ്ബ് മുതിർന്ന പൗരന്മാർക്കായി സംഘടിപ്പിച്ച 6ാമത്തെ ഉല്ലാസയാത്രയായിരുന്നു ഇത്. ക്ലബ്ബ് ഭാരവാഹികളായ ശ്രീധരൻ, പഞ്ചായത്ത് അംഗം സുമിത ഗിരി, വായനശാല സെക്രട്ടറി PS അംബുജാക്ഷൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, കൊടകര. ജില്ലാ നിയമസേവന അതോറിറ്റി ഗോത്രവർഗക്കാർ വസിക്കുന്ന മേഖലയിലെ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു ചേർത്തു. ജില്ലാ നിയമസേവന അതോറിറ്റി ചെയർമാനും പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജുമായ PP സേതലവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലയിലെ 29 പഞ്ചായത്തുകളിലെ അധികൃതർ പങ്കെടുത്തു. ജില്ലയിൽ 32 പഞ്ചായത്തുകളിലാണ് ഗോത്രവർഗക്കാർ വസിക്കുന്നത്. വിവിധ പദ്ധതികൾക്ക് അർഹരായ ഗുണഭോക്താക്കളെ സമയബന്ധിതമായി കണ്ടെത്താൻ ചെയർമാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കേരള നിയമസേവന അതോറിറ്റി ഗോത്രവർഗക്കാരുടെ ഉന്നമനത്തിനായി രൂപീകരിച്ചതാണ് ഗോത്രവർദ്ധൻ പദ്ധതി. വേലൂർ തോന്നല്ലൂർ സ്വദേശിയായ വിദ്യാർത്ഥിയെ കാണാതായി പരാതി. മന്തിയത്ത് വീട്ടിൽ സുരേഷിന്റെ മകൻ 16 വയസ്സുള്ള അനന്തനെയാണ് കാണാതായത്.
വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. ഇന്നലെ രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞു പോയ അനന്തൻ വൈകിട്ട് തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയത്. എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. പെങ്ങാമുക്ക് കരിച്ചാൽ കടവ് പാലം പണി ഇഴയുന്നു. പാലം പണിയുന്ന ഭാഗത്തെ വെള്ളക്കെട്ടാണ് തിരിച്ചടിയാകുന്നത്. മേഖലയിലെ കോൾപ്പാടങ്ങളിൽ നിന്നെല്ലാം പമ്പിംഗ് തുടങ്ങിയതോടെ നൂറാടിത്തോട് നിറഞ്ഞ നിലയിലാണ്. പാലത്തിന്റെ 6 കോൺക്രീറ്റ് ബീമുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ 3 ബീമുകളുടെ മുകളിലേക്കുള്ള നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി. ബാക്കിയുള്ള 3 ബീമുകളുടെ മുകളിലേക്കുള്ള സ്ലാബ് നിർമ്മാണവും മറ്റുമാണ് ഇനി പൂർത്തിയാകാനുള്ളത്. അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം, ബണ്ട് വരമ്പുകളുടെ ബലപ്പെടുത്തൽ എന്നിവയും ചെയ്യേണ്ടതുണ്ട്. നൂറടിത്തോട്ടിലെ വെള്ളം കുറയുന്ന മുറയ്ക്ക് നിർമ്മാണം ഊർജിതമാക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6930 രൂപ, പവന് 55,440 രൂപ, വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3232 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് ഹൈക്കോടതി മാർഗനിർദ്ദേശം. തൃശൂർ പൂരം നടത്താനാവില്ലെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പൂരം നടത്തിപ്പിനുള്ള നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തെക്കേ ഗോപുരനടയിൽ ഇന്ന് പ്രതീകാത്മക പൂരം സംഘടിപ്പിക്കും. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് ആധുനിക രീതിയിൽ കോൺക്രീറ്റിംഗ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തുടക്കമായി. നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി സ്റ്റാൻഡിലെത്തുന്ന ബസ്സുകൾക്ക് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ആമ്പല്ലൂർ സിഗ്നലിന് സമീപം ബസ്സിന് അടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികനായ മധ്യവയസ്കന് പരിക്കേറ്റു. പാർലിക്കാട് ബൈപ്പാസിൽ ടൂറിസ്റ്റ് ബസ് ഇടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. പുറനാട്ടുകരയിൽ ക്ഷേത്രകുളത്തിൽ കുളിക്കാനിറങ്ങിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. അടാട്ട് ഉടലക്കാവ് സ്വദേശി ശ്രീഹരിയാണ് മരിച്ചത്. ശരണം വിളികളുടെ മണ്ഡലകാലത്തിന് നാളെ തുടക്കമാകും. തീർത്ഥാടകർക്കായി ഇടത്താവളങ്ങൾ ഒരുങ്ങി. ഗുരുവായൂരിൽ വൻ ഭക്തജനത്തിരക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.